ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊലയ്ക്ക് 31 വർഷം. അനുസ്മരണ ദിവ്യബലിയിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ. ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ച ആയിരക്കണക്കിന് ചൈനീസ് യുവജനങ്ങളെ ഇല്ലായ്മ ചെയ്ത ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊല നടന്നിട്ട് 31 വർഷം പൂർത്തിയാകുന്നു. 31ാം വാർഷിക ദിനത്തിൽ ക്രമീകരിച്ച അനുസ്മരണ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചത് ആയിരങ്ങളാണ്. ഹോങ്കോങ്ങിൽ 7 ദേവാലയങ്ങളിൽ ദിവ്യബലി അർപ്പണം ക്രമീകരിച്ചിരുന്നു. ഹോളിക്രോസ് ദേവാലയത്തിൽ ഹോങ്കോങ് സഹായമെത്രാൻ ജോസഫ് ഹാ അർപ്പിച്ച ദിവ്യബലിയിൽ 1000-ഓളം പേർ പങ്കെടുത്തെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 4 തങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ദിനമാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ഹോളിക്രോസ് ദേവാലയത്തിൽ ഹോങ്കോങ് സഹായമെത്രാൻ ജോസഫ് ഹാ അർപ്പിച്ച ദിവ്യബലിയിലും 1000-ഓളം പേർ പങ്കെടുത്തു. യൂണിയൻ ഓഫ് ഹോങ്കോങ് കാത്തലിക് ഓർഗനൈസേഷനും പേട്രിയോട്ടിക് ഡെമോക്രാറ്റിക് മൂവ്മെന്റും ചേർന്നാണ് ദിവ്യബലിയും പ്രാർത്ഥനാ ശുശ്രൂഷകളും ക്രമീകരിച്ചത്. കത്തോലിക്കർക്കൊപ്പം വിവിധ മതവിശ്വാസികളും പതിവ് പോലെ ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു. അനുസ്മരണ ദിനത്തിൽ നഗരത്തിൽ മെഴുകുതിരി പ്രദക്ഷിണം നടത്താറുണ്ടെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനാൽ അത് ഒഴിവാക്കുകയായിരുന്നു. ഹോങ്കോങ് ജനതയെ ലക്ഷ്യം വെച്ച് ചൈനീസ് പാർലമെന്റ് നാഷണൽ സെക്യൂരിറ്റി ലോ പാസാക്കിയതിന്റെ ആശങ്കകളുടെ സാഹചര്യത്തിലായിരുന്നു ഇത്തവണത്തെ വാർഷികം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിലെ നഗരത്തിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ജനാധിപത്യ അവകാശങ്ങൾക്കായി പ്രക്ഷോഭം നടത്തിയ 10,000-കണക്കിന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും 1989 ജൂൺ 4-നാണ് ചൈനീസ് ഭരണകൂടം അരുംകൊല ചെയ്തത്. അന്ന് ഉയർന്നുവന്ന പ്രക്ഷോഭങ്ങളെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നേരിട്ടത് ടാങ്കറുകളും തോക്കുകളും കൊണ്ടാണ്. കൊല്ലപ്പെട്ടവരുടെ യഥാർത്ഥ കണക്ക് ചൈനീസ് ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല. 10,000-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്.